മോഡസ് ഓപ്പറാൻഡി വെച്ചാണെങ്കിൽ നാളെയോ മറ്റന്നാളോ കന്റോൺമെന്റ് ഹൌസ് വളഞ്ഞ് വി ഡി സതീശനെ അറസ്റ്റ് ചെയ്യും. അതേ ഒന്നാം പ്രതിയാണല്ലോ. രാഹുൽ നാലാം പ്രതിയല്ലേ? നാലാം പ്രതിയെ അറസ്റ്റ് ചെയ്ത മോഡസ് ഓപ്പറാൻഡി ബാധകമാക്കിയാൽ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് കന്റോൺമെന്റ് ഹൌസ് വളഞ്ഞിട്ട് വേണ്ടേ? പിണറായി വിജയൻ സമരം ചെയ്തിട്ടില്ലേ? അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ സമരം ചെയ്തിട്ടില്ലേ? വിഷമിക്കണ്ട, ഞാൻ പറയട്ടെ, വിഷമിക്കണ്ട. നിങ്ങൾക്ക് 2 കൊല്ലം കഴിയുമ്പോ സമരം ചെയ്യാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരാം. ഈ മന്ത്രിസ്ഥാനത്ത് നിന്നൊക്കെ ഇപ്പൊ ഇറങ്ങും. 2 കൊല്ലം കഴിയുമ്പോൾ താഴെ ഇറങ്ങും, താഴെ വരും, തെരുവിൽ വരും, താഴെ ഇറക്കിയിരിക്കും. ഒരു സംശയം വേണ്ട. എല്ലാ കാലത്തും നിങ്ങൾ മന്ത്രിമാരായിരിക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത ഒരു മോഡസ് ഓപ്പറാൻഡി വെച്ചാണെങ്കിൽ നാളെയോ മറ്റന്നാളോ കന്റോൺമെന്റ് ഹൌസ് വളഞ്ഞ് വി ഡി സതീശനെ അറസ്റ്റ് ചെയ്യും. അതേ ഒന്നാം പ്രതിയാണല്ലോ. രാഹുൽ നാലാം പ്രതിയല്ലേ? നാലാം പ്രതിയെ അറസ്റ്റ് ചെയ്ത മോഡസ് ഓപ്പറാൻഡി ബാധകമാക്കിയാൽ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് കന്റോൺമെന്റ് ഹൌസ് വളഞ്ഞിട്ട് വേണ്ടേ? ഷാഫി പറമ്പിലുണ്ട്, എം വിൻസെന്റ് ഉണ്ട്, MLA-മാരാണ്. അപ്പോ വി ഡി സതീശൻ തീരുമാനമെടുത്തിട്ടുണ്ട്, മുൻകൂർ ജാമ്യത്തിനൊന്നും പോകുന്നില്ല. ഗവൺമെന്റിന് ധൈര്യമുണ്ടെങ്കിൽ, ഞങ്ങൾ പറയുന്നു, പിണറായി വിജയന്റെ പോലീസിന് ധൈര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യട്ടെ. രാഷ്ട്രീയമായി നേരിടും. 2 കൊല്ലത്തെ ആയുസ് മാത്രമുള്ള ഒരു സർക്കാരാ. 2 കൊല്ലം കഴിഞ്ഞാൽ ഇവരാരും മന്ത്രിമാരാകാൻ പോകുന്നില്ല കേരളത്തിൽ. ജ്യോതി ബസുവിന്റെ അനുസ്മരണം സംഘടിപ്പിക്കുമ്പോൾ അനുസ്മരിക്കാൻ ഒരു MLA ഉണ്ടായിരുന്നില്ല പശ്ചിമബംഗാൾ അസംബ്ലിയിൽ. ആ ഗതി ഉണ്ടാകും, ഒരു സംശയം വേണ്ട. മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്. എന്തു പോലീസ്? മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി നേരിട്ട് ചെയ്തതാണ്. ഒരു പോലീസും ഇല്ല. ആരോപണമല്ല, വസ്തുതയാണ്. ഞാൻ നേരിട്ട് ചോദിച്ചു പോലീസ് ഉദ്യോഗസ്ഥനോട്, പഞ്ചൂര് വെച്ചിട്ട്, നിങ്ങൾ 7:30 വണ്ടിയിൽ കയറ്റിയ ആളാണ്, മനുഷ്യനല്ലേ? 4 ദിവസം മുമ്പ് ഒരു ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരാളാണ് തിരുവനന്തപുരത്തെ. പച്ചവെള്ളം കുടിക്കാൻ കൊടുത്തിട്ടില്ല, ബ്രെഡ്. ഞാൻ പറഞ്ഞു, ആ കോടതിക്കകത്തു നിന്ന് ഭക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലെ ബ്രെഡോ ബന്നോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്. 12:30 മണിക്ക് പറഞ്ഞതിന് ശേഷമാണ് വെള്ളവും എന്തെങ്കിലും ആഹാര സാധനവും കൊടുത്തത്. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വണ്ടിയിലിരുന്നുകൊണ്ട് വഴിയിൽ എവിടെങ്കിലും നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ ഫോണിൽ വിളിച്ചിട്ട് ശകാരിച്ചു. എവിടെയും നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. വണ്ടി നിർത്തി ഒരു പ്രാഥമിക കർത്തവ്യം നിർവഹിക്കുന്നതിനും അത് അതിനകത്തുള്ളൊരു പോലീസുകാരനാ. അല്ല, ഒരു ഉന്നത പോലീസ്. ഇത് കൂടുതൽ ആളെ വിളിക്കുകയല്ലേ, നമുക്കറിയില്ല ആരാ വിളിച്ചതെന്ന്. മുകളിൽ നിന്നുള്ള ഒരു ഓഫീസർ വിളിച്ചിട്ട് ഈ ഓഫീസറെ ശകാരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതിന്, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരന് മൂത്രം ഒഴിക്കാൻ വേണ്ടി നിർത്തിയതിന്. പ്രഭാത കൃത്യം എന്നൊക്കെ പറഞ്ഞ വലിയ സാഹിത്യമായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മൂത്രം ഒഴിക്കാൻ വേണ്ടി നിർത്തിയപ്പം അതിന് സമ്മതിച്ചില്ല, ശകാരിച്ച് നോൺ സ്റ്റോപ്പായിട്ട് ഓടിച്ച് ഇവിടെ കൊണ്ടുവന്ന് റിമാൻഡ് റിപ്പോർട്ടൊക്കെ നേരത്തെ എഴുതി തയ്യാറാക്കി. എന്തൊരു വേഗതയാണ് ഈ പോലീസിന്, എന്തൊരു വേഗതയാണ് ഈ സർക്കാരിന്. ഞാൻ പറയട്ടെ, ഒന്ന്, ഒരാളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു പ്രൈവസി. ഏതായാലും മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിലെ മെഡിക്കൽ റിപ്പോർട്ടാണ്. സർക്കാരിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു, അതിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അദ്ദേഹം അടുത്ത ദിവസം പരിപാടികളിൽ പങ്കെടുത്തു എന്നാണ് പറഞ്ഞത്. ശരിയാണ്, ഞങ്ങൾ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകരുത്, ഒരു 3 ദിവസമെങ്കിലും കുറഞ്ഞത് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. എന്റെ മണ്ഡലത്തിൽ ഇന്നലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. കുറ്റവിചാരണ സദസ്സ് കുണ്ട്രയിൽ വേദിയിലുണ്ടായിട്ട് ഞാൻ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ മൈക്കെടുത്ത് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ അദ്ദേഹം ഇപ്പോ പ്രസംഗിക്കേണ്ട, അദ്ദേഹം റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കലോത്സവ നഗരിയിൽ പോയതും യൂത്ത് കോൺഗ്രസിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തതും അദ്ദേഹത്തിന്റെ ഒരു മനോധൈര്യവും ഒരു ഉത്തരവാദിത്തത്തിന്റെയും ഭാഗമായിട്ടാണ്.